വേനൽക്കാലം എത്തുന്നതിനു മുമ്പേ താപനില ഉയരുന്ന അവസ്ഥയ്ക്കാണ് ഇത്തവണ കേരളം സാക്ഷിയാകുന്നത്. സംസ്ഥാനത്ത് മൺസൂൺ മഴ കുറയുകയും തൽഫലമായി ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ എൽ നിനോ പ്രതിഭാസമെന്നാണ് ലോക കാലാവസ്ഥാ സംഘടന വാർഷിക റിപ്പോർട്ടിലെ പരാമർശം. പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽ നിനോ. അപ്രവചനീയമായ കാലാവസ്ഥാ വ്യതിയാനമാണ് എൽ നിനോ കാരണം ഭൂമിയിലുണ്ടാകുക. 2023 ലോക കാലാവസ്ഥയെ സംബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ടിൽ കേരളം മാത്രമല്ല, അറബിക്കടലിനെ സംബന്ധിച്ച് നിരവധി മുന്നറിയിപ്പുകളുണ്ട്. ലോകമെങ്ങും സമുദ്ര ജലനിരപ്പ് ഒരു വർഷം ശരാശരി 4.77 മില്ലിമീറ്റർ വീതം ഉയരുന്നതായാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ പഠനത്തിൽ പറയുന്നത്. മാത്രമല്ല, കടൽ ജലനിരപ്പിലെ വർധന 2 മടങ്ങ് വർദ്ധിച്ചതായി ക്ലൈമറ്റ് റിപ്പോർട്ടിൽ WMO വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ 2.13 മില്ലിമീറ്റർ ആയിരുന്നു ശരാശരി സമുദ്ര ജലനിരപ്പിന്റെ ഉയർച്ച. സെപ്റ്റംബർ മുതൽ അനുഭവപ്പെടുന്ന എൽ നിനോ പ്രതിഭാസം മൂലം സമുദ്ര ജലതാപനില ക്രമാതീതമായി ഉയർന്നു. ഇത് അറബിക്കടലിൽ ഉൾപ്പെടെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നതിനും കാരണമായി. അറബിക്കടലിൽ താപനില അസാധാരണമായി ഉയരുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന പ്രതിഭാസവും ഇതിന് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ വീശിയ മോച്ച ചുഴലി അതിശക്തമായതിനു പിന്നിലും സമുദ്ര താപനിലയിലെ വർധനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമേഖലയായ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഭൂമിയിലെ 32% ആഗോള താപത്തെയും ഉൾക്കൊള്ളുന്നത്. മുകളിലത്തെ 2 കിലോമീറ്റർ ഭാഗത്താണ് സമുദ്രം താപം ശേഖരിക്കുന്നത്. ഇത് മത്തിയും അയലയും പോലെയുള്ള മത്സ്യസമ്പത്തിനെ ബാധിക്കും. ചൂടുകൂടി സമുദ്രത്തിലെ അമ്ലത്വം വർദ്ധിക്കുന്നതും സന്തുലനത്തെ ബാധിക്കുമെന്ന് ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഹരിതഗ്രഹ വാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ അന്തരീക്ഷത്തിലെ സാന്നിധ്യവും ഏറ്റവും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. 2023 ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷമാണെന്നും റിപ്പോർട്ട് പറയുന്നു. നിലവിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് കടുത്തതോടെ 10 ജില്ലകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ചൂട് കുത്തനെ ഉയരുന്നത്. ഇവിടങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ചൂട് 39 ഡിഗ്രി കഴിഞ്ഞു. പാലക്കാട് ചൊവ്വാഴ്ച 39.1 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത്. മറ്റ് ജില്ലകളിൽ ചൂട് 38 ഡിഗ്രിയോട് അടുത്തിട്ടുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ കാട്ടുതീയടക്കം നിരവധി പ്രശ്നങ്ങളും കൂടും. മാത്രമല്ല, ശുദ്ധജല ലഭ്യതയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ചൂട് തുടർന്നാൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയെ ഉൾപ്പെടെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയം വേണ്ട.